നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. പ്രധാനമന്ത്രിയും BJPയും തുടർച്ചയായി നടത്തുന്ന നെഹ്റു വിമർശനങ്ങൾക്കെതിരെ പാർലമെന്റിൽ കടന്നാക്രമണം നടത്തി പ്രിയങ്ക ഗാന്ധി. മോദി 12 വർഷമായി പ്രധാനമന്ത്രിയാണെന്നും നെഹ്റു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി ഓർമ്മപ്പെടുത്തി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിവിടങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. 1.32 കോടിയിലധികം വോട്ടർമാർക്കായി 15,432 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിനായി 1.80 ലക്ഷം ഉദ്യോഗസ്ഥരെയും 70,000 പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ വെട്ടത്ത് ഹസീന മരിച്ചതിനെ തുടർന്ന് വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഇന്നലെ രാത്രി വരെ നീണ്ട പ്രചരണത്തിന് ശേഷം വീട്ടിലെത്തിയ ഉടനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പായിമ്പാടം അങ്കണവാടി അധ്യാപിക ഹസീന മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡായ വിഴിഞ്ഞത്ത് 66-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിഴിഞ്ഞം കോട്ടപ്പുറം അഞ്ജു നിവാസ് ജസ്റ്റിൻ ഫ്രാൻസിസ് അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഈ വാർഡിലെ തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കോടതി ശിക്ഷിച്ച 1 മുതൽ 6 വരെയുള്ള പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. അതേസമയം ഗുണ്ടാ സംഘത്തിന് കൊട്ടേഷൻ നൽകി നടിയെ ബലാത്സംഗം ചെയ്യിപ്പിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ എന്നാണ് കോടതി വിധി. ദിലീപ് അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജി ഹണി M. വർഗീസാണ് കേരള മനസാക്ഷി ഞെട്ടിയ സംഭവത്തിൽ വിധി പറഞ്ഞത്. കുറ്റകൃത്യത്തിൻ്റെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിന് പങ്കുണ്ടെന്ന വാദം തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി. നടൻ ദിലീപിനെ കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള കോടതി വിധി വന്നതിന് പിന്നാലെ വിമർശനവുമായി എഴുത്തുകാരി സാറ ജോസഫ്. ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാൻ, വർഷങ്ങളോളം വലിച്ചു നീട്ടിയത് പിന്നെന്തിനാണെന്നാണ് വിചാരം. തകർന്നു വീഴുന്നതിന് പകരം നിവർന്നു നിന്ന് വിളിച്ചു പറഞ്ഞ ആ പെൺകുട്ടി അവൻ്റെ മോന്തയ്ക്ക് ചവിട്ടി നിമിഷമുണ്ടല്ലോ, ഹലോ, ആ നിമിഷം ജയിച്ചതാണല്ലോ. പിന്നീട് ഒരിക്കലും മങ്ങിയിട്ടില്ല അവളുടെ മുഖം. സത്യത്തിൻ്റെ ജ്വലനമാണിത്, ഇരുണ്ടും ഇളിഞ്ഞും. ഇക്കണ്ട കാലം നമുക്കിടയിൽ നടന്നവൻ്റെ മുഖം. ഹണി വർഗീസിൻ്റെ വിധി വന്നിട്ടും പഴയ പോലെ ആയിട്ടില്ലെന്നും കോടതി വിധി തള്ളിക്കളയുന്നുവെന്നും സാറ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ നിരാശയുണ്ട്, എന്നാൽ അത്ഭുതമില്ലെന്നും ദീദി ദാമോദരൻ. അതിജീവിക്കാൻ ശ്രമിക്കുന്നവരെ തോൽപ്പിക്കാനാണ് ശ്രമം നടന്നത്. വലിയ നിരാശയാണ് തോന്നുന്നതെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. സിനിമാ സംഘടനകൾ ദിലീപിനെ പുറത്തു നിർത്തിയല്ല പ്രവർത്തിച്ചിരുന്നത്. ജയിലിൽ കാണാൻ പോയത് അവർ തന്നെയാണ്. ദിലീപിനെ അവർ പുറത്തു നിർത്തിയതായി തോന്നിയിട്ടില്ലെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതോടെ അതിജീവിത നീതി നിഷേധത്തിൻ്റെ ഷോക്കിലെന്ന് സുഹൃത്തുക്കൾ. അവൾക്കൊപ്പം ക്യാമ്പയിൻ വീണ്ടും സജീവമാക്കിയ പെൺകൂട്ടായ്മ വിധിയിൽ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. വിധി പകർപ്പ് പരിശോധിച്ച ഹൈക്കോടതിയിൽ അപ്പീലിന് തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാരെങ്കിലും കടുത്ത നിരാശയിൽ തുടരുന്ന അതിജീവിത അക്കാര്യം തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വിവരം. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെ പരോക്ഷമായി വിമർശിച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി ബംഗാളി നോവലിസ്റ്റ് ബിമൽ മിത്ര എഴുതിയ വിലയ്ക്ക് വാങ്ങുക എന്ന പുസ്തകം 3-ാം തവണയാണ് വായിക്കുകയാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ശ്രീകുമാരൻ തമ്പി, ഈ ഭൂമിയിൽ എന്തിനേയും വിലയ്ക്ക് വാങ്ങുമെന്ന് സത്യം, നീതി, നന്മ തുടങ്ങിയ മൂല്യങ്ങളെല്ലാം മഹജ്ജലങ്ങളിൽ ഉറങ്ങുകയാണെന്നും കുറിപ്പിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണത്തിൽ നിന്നായിരുന്നുവെന്ന് വിധി പ്രസ്താവനത്തിന് പിന്നാലെ ദിലീപ് നടത്തിയ പ്രതികരണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ദിലീപിനെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ദിലീപിൻ്റെ അഭിഭാഷകൻ B. രാമപിള്ളയും ആരോപിച്ചിരുന്നു. എന്നാൽ ദിലീപിൻ്റെ ആരോപണത്തിലോ വിധിയെക്കുറിച്ചോ മഞ്ജു വാര്യർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസും പ്രോസിക്യൂഷനും ദിലീപിനെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചന വാദം കോടതിയിൽ പൂർണ്ണമായും പൊളിഞ്ഞു തുടങ്ങി. ദിലീപിൻ്റെ ബുദ്ധിയിലുദിച്ച കൊട്ടേഷൻ ബലാത്സംഗമാണ് നടിക്കെതിരെ നടന്നതെന്ന് തെളിയിക്കാൻ വിചാരണയുടെ ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതുപോലെ കെട്ടിച്ചമച്ചൊരു കേസ് മുൻപ് കണ്ടിട്ടില്ലെന്നായിരുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ B. രാമപിള്ളയുടെ പ്രതികരണം. ശരിയായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയതെന്ന് 2017 തന്നെ താൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് മുൻ DGP TP സെൻകുമാർ. കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല. ഒരാളെ പിടികൂടി അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടതെന്നും സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ PT-യുടെ ആത്മാവിന് തൃപ്തി വരില്ലെന്നും ഭാര്യയെയും തൃക്കാക്കര MLA-യുമായ ഉമാ തോമസ്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഉമാ തോമസ് ഇക്കാര്യം പറഞ്ഞത്. തെരുവിൽ ആ പെൺകുട്ടി അപമാനിതമായ വിവരം അറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് PT ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളുടെ തകർത്തത്, കോടതിക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ പോയത്, അവൾക്ക് നീതി നേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും രാവും പോലും നിരാഹാരം കിടന്നത്. PT-യുടെ ആത്മാവ് ഇനി വിധിയിൽ ഒരിക്കലും തൃപ്തിയാകില്ലെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ദിലീപിൻ്റെ കള്ളക്കഥ ആരോപണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പൾസർ സിനിയുടെ സഹതടവുകാരനായ ജിൻസൺ നാളിതുവരെ
നിലകൊണ്ടത് അതിജീവിതയ്ക്കൊപ്പമാണ്. ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ഈ കോടതിയിലെ വിധി പ്രതീക്ഷിച്ചതാണെന്നും ജിൻസൺ പറഞ്ഞു. ഇനിയും പല കാര്യങ്ങളും വെളിപ്പെടുത്താനുണ്ടെന്നും സമയം പോലെ തുറന്നു പറയുമെന്നും ജിൻസൺ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിധിക്കെതിരെ പ്രതികരണവുമായി നിരവധി പേർ രംഗത്ത്. അതിജീവിത നീതി നിഷേധത്തിൻ്റെ ഷോക്കിലാണെന്നും അവൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും റിമ കല്ലിങ്കൽ നേരത്തെ എഴുതിവെച്ച വിധിയാണെന്നാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത്. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞ കെ അജിത ദിലീപ് കുറച്ചുനാൾ ജയിലിൽ കിടന്നു തന്നെ വലിയ കാര്യമെന്നും പ്രതികരിച്ചു. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ CPM സഹയാത്രികനും മുൻ ഇടത് MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു. ഹോട്ടൽ മുറിയിൽ വെച്ച് കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകർ പരാതി നൽകിയത്. ഒരു മാസം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. തുടർന്ന് ചലച്ചിത്ര പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയായിരുന്നു. IFFKയിലേക്കുള്ള മലയാള സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് PT കുഞ്ഞുമുഹമ്മദ്. സമിതി അംഗമാണ് പരാതിക്കാരി. IFFK സ്ക്രീനിംഗ് ഷോട്ടിനോട് ആരോടും അപമര്യാദ പെരുമാറിയിട്ടില്ലെന്ന് സംവിധാനം PT കുഞ്ഞുമുഹമ്മദ് പരാതിക്കാരി തെറ്റിദ്ധരിച്ചാകാമെന്ന് പറഞ്ഞ കുഞ്ഞുമുഹമ്മദ് തനിക്കെതിരെ മുൻപൊരിക്കലും പരാതി ഉണ്ടായിട്ടില്ലെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 10 തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി ഉത്തരവ് പറയും. അടച്ചിട്ട കോടതി മുറിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത്. പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്. അതേസമയം ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകുന്നവരെ നിർബന്ധ നിയമ നടപടികൾ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇതോടെ പോലീസിന് രാഹുലിനെതിരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാകില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിൽ കേരള സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ CN വിജയകുമാരിക്ക് നെടുമങ്ങാട് SST കോടതി ജാമ്യം അനുവദിച്ചു. ഗവേഷക വിദ്യാർത്ഥിയും SFI വിദ്യാർത്ഥിയുമായ വിപിൻ വിജയൻ നൽകിയ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ലഭിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ കേസിലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ദ്വാരപാലക ശില്പ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിനെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയുള്ള വിശദമായ ചോദ്യം ചെയ്യൽ. കട്ടളപ്പാളി കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 12 വിധി പറയും. കാട്ടാനാക്രമണത്തിൽ വയോധികന് ദാരുണ അന്ത്യം. പീലാർമൊഴി തെക്കൂടൻ വീട്ടിൽ സുബ്രൻ ആണ് മരിച്ചത്. ചായപ്പുരൻകുഴി പീലാർമൊഴിയിൽ തിങ്കൾ രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള കടയിൽ ചായ കുടിക്കാൻ പോകുന്ന വഴിയാണ് അപ്രത്യക്ഷമായി കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.